ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ സുധീഷിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണല്ലേ സുഭാഷ് ഏട്ടനും അനിയന്മാരും ഒക്കെ. സുധീഷ് എവിടെയാണെന്നുള്ളത് സുധീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിലും സുധീഷ് പറഞ്ഞ വിവരം അവിടെയുള്ള ആളുകൾ അറിഞ്ഞത് കാരണം സുധീഷിനെ അവിടെ നിന്ന് തൽക്കാലം മാറ്റാൻ വേണ്ടിയിട്ടാണ് അരുണിൻ്റെ തീരുമാനം. അങ്ങനെ സുധീഷിനെ വേറൊരു സ്ഥലത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അവർ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുമാണ് നമ്മളെ സുഭാഷ് ഏട്ടനും അതുപോലെ തന്നെ ഹരീഷും നികേഷും ഒക്കെ നമ്മളെ സുധീഷ് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ നമ്മളെ സുധീഷ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഹരീഷ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നീതുവിന് ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കുകയാണ്. നീതു ആണെങ്കിൽ വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. നിനക്ക് ഒരാഴ്ച ആയപ്പോഴത്തേക്കും എന്നെ മടുത്തു അല്ലേ, എന്നെ ബോറടിച്ചു അല്ലേ, നീ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കറങ്ങുകയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് അറിയണം നീ എവിടെയാണെന്നുള്ളത്, എന്തിനാ ഫോൺ കട്ട് ചെയ്ത് പോയതെന്നൊക്കെ എനിക്ക് അറിയണം, എന്താ കാരണം എന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നീ ഇത്രയും മോശപ്പെട്ട ആളായി പോയല്ലോ എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വോയിസ് ആയിട്ടാണ് നമ്മളെ നീതു അയക്കുന്നത്. പാവം നമ്മളെ ഹരീഷ് ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അവൻ്റെ ഫോണൊക്കെ ഓഫായി കിടക്കുകയാണ്. അവൻ എറിഞ്ഞു പൊട്ടിച്ചത് കാരണം അതിൻ്റെ ഒരു ഇറിറ്റേഷൻ നമ്മളെ നീതുവിന് ഇവിടെ ഉണ്ട് കേട്ടോ. നീതുവിന് ഫോൺ എറിഞ്ഞു പൊട്ടിച്ചോ ഇല്ലേന്നൊന്നും അറിയില്ല. ആള് സ്വിച്ച് ഓഫ് ആക്കി പോയി, ഫോൺ ഓഫാണ് അത്രേ അറിയുള്ളൂ. നീതുവിനോട് സംസാരിക്കുന്നതിനിടയിൽ താല്പര്യമില്ലാഞ്ഞിട്ട് പോയി എന്നൊക്കെയാണ് ആള് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഹരീഷ് എന്തായാലും അതിനേക്കാൾ വലിയൊരു ടെൻഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം എന്തായാലും അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ ഹരീഷിൻ്റെ സ്കൂട്ടിയും അതുപോലെ തന്നെ നമ്മളെ സുധീഷിനെ കടത്തിക്കൊണ്ടു പോകുന്ന കാറുമായിട്ട് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ട്. ഹരീഷ് ആ ഒരു വളവിൽ വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ റോഡിന്റെ സൈഡിൽ വളവിൽ വീഴുന്നൊക്കെ ഉണ്ട്. നമ്മളെ കാറ് ഭയങ്കരമായിട്ട് സ്പീഡിൽ വരികയായിരുന്നു. ആ സമയത്താണ് ഹരീഷിനെ ഇടിച്ചിട്ട് പോകുന്നത്. ഇത് കാണുമ്പോൾ നമ്മളെ ബാക്കിൽ വരുന്ന സുഭാഷ് ഏട്ടനും അതുപോലെ തന്നെ നികേഷിനൊക്കെ ദേഷ്യം വന്നിട്ട് ആ കാറ് അവിടെ നിർത്തുന്നുണ്ട്. ആ കാർ അവിടെ നിർത്തിയിട്ട് നമ്മളെ സുഭാഷ് ഏട്ടന് ഭയങ്കര ദേഷ്യത്തിൽ കാറിലെ ആളോട് ചൂടാവാന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട്. ഡ്രൈവർ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെ ബാക്കിൽ സുധീഷിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളുണ്ട്. അപ്പോഴും നമ്മളെ സുധീഷിന്റെ വായിൽ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സുധീഷിനെ പിടിച്ചു വെച്ച ആൾ പറയുന്നുണ്ട്, വേണ്ട ഇറങ്ങുമൊന്നും വേണ്ട, വലിയ പുലിവാലാകും, ഇപ്പോൾ തൽക്കാലം വണ്ടി എടുക്കുമെന്ന് പറയുമ്പോൾ അവനെ അവിടെ തല്ലാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കൊടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടനും അയാളും ചെറിയ വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് വണ്ടിയിൽ നമ്മളെ സുധീഷിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഭയങ്കര ടെൻഷനായി. കാരണം പറഞ്ഞ പണി തന്നെ ഇവർ മുഴുവനായിട്ട് ചെയ്തിട്ടില്ല. അതായത് സുധീഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു വണ്ടിയും വലിയും തലയിൽ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് അയാൾ പോയതെന്ന് വിചാരിച്ചിട്ട് അയാളെ പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ആളോട് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ സുഭാഷ് ഏട്ടനെ ഇങ്ങനെ ഹരീഷ് പറയുന്നുണ്ട്, നികേഷൊക്കെ പറയുന്നുണ്ട്, മതി സുഭാഷ് ഏട്ടാ പോര് പോര് എന്നൊക്കെ പറയുന്നത് ഈ കാറിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളെ സുധീഷ് ഇങ്ങനെ കേൾക്കുക കേട്ടോ. ആ സമയത്തൊക്കെ സുധീഷ് എന്തോ ഒരു പാതി മയക്കത്തിലാണ്. പക്ഷെ ഹരീഷിന്റെയും നികേഷിന്റെയും ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഒന്ന് കാറിന്റെ ഉള്ളിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ നമ്മളെ സുധീഷ് അയാളുടെ കയ്യിൽ നിന്ന് കുതറി മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്കറിയില്ല ഇത് നമ്മളെ സുധീഷിന്റെ ബ്രദേഴ്സ് ആയിട്ടാണ് സംസാരിക്കുന്നത്, അവരായിട്ടാണ് വഴക്കുണ്ടായതൊന്നും അയാൾക്കറിയില്ല. അങ്ങനെ സുധീഷ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവര് എല്ലാവരും കൂടി വന്നിട്ട് നമ്മളെ ഡ്രൈവറെ വണ്ടിയിൽ കയറ്റുന്നുണ്ട് കേട്ടോ. ഈ ഡ്രൈവർക്ക് കൂടെ പോയ ആളൊക്കെ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. ആ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ വെച്ച് കൂടുതൽ പ്രശ്നമായി കഴിഞ്ഞാൽ സുധീഷിന്റെ കാര്യത്തിൽ തീരുമാനം അല്ലാതായി പോകുമെന്ന് വിചാരിച്ചിട്ട് അവർ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾ വണ്ടിയിൽ കയറാൻ വേണ്ടി വരുമ്പോഴേക്കും നമ്മളെ സുധീഷ് അയാളുടെ കാലുകൊണ്ട് അടിച്ച് തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എന്തോ സൗണ്ട് കേൾക്കുമ്പോൾ നികേഷ് സുധീഷിനെ കാണാനിട വരുന്നുണ്ട്. സുധീഷ് കാറിന് തലയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവന് പ്ലാസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നികേഷ് കാണുന്നുണ്ട്. അപ്പം നികേഷ് പറയുന്നുണ്ട്, ഹരീഷേട്ടാ സുധീഷ് ഏട്ടാ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ അവർ വേഗം വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും കാറിലുള്ള ആളുകൾക്ക് അറിയില്ല ഇത് ബ്രദേഴ്സ് ആണെന്നുള്ള കാര്യമൊന്നും. അവർ വിചാരിക്കുന്ന ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് പിന്നാലെ കൂടിയതാവും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അവരെ ഫോളോ അപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എത്ര പറഞ്ഞിട്ട് അവർ വണ്ടിയൊന്നും നിർത്തുന്നില്ല. അങ്ങനെ ഒരുപാട് പോയി കഴിഞ്ഞതിന് ശേഷം വണ്ടി വട്ടം വിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മളെ ചേട്ടന്മാരെല്ലാവരും കൂടി. അങ്ങനെ സുധീഷിനെ ഇവർക്ക് മനസ്സിലാകും ഇത് സുധീഷാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവർ ഭയങ്കരമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മളെ
സുധീഷിന്റെ വായിന്ന് പ്ലാസ്റ്റർ ഒക്കെ എടുക്കുന്നുണ്ട്, കാലിലെയും കയ്യിലും കെട്ടൊക്കെ അഴിച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെ സുധീഷും കൂടെ കൂടിയിട്ട് ഇവരെല്ലാരും കൂടി ഇവരെ അടിച്ച് പരത്തുന്നുണ്ട് കേട്ടോ. ഈ ഗുണ്ടകളെയൊക്കെ അടിച്ച് പരത്തുന്നുണ്ട്. അങ്ങനെ അടിച്ചിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവര് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. ആദ്യം പറയുന്നത് സുഭാഷ് ഏട്ടൻ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പൊ സുധീഷിന് ഭയങ്കര വാശിയായി. സുധീഷിന് തന്നെ പറയിപ്പിക്കണം എന്നുള്ള ഒരു വാശി സുധീഷിന് ഉണ്ടായിട്ടോ. അങ്ങനെ സുധീഷ് തന്നെ അടിച്ചിട്ട് പറയിപ്പിക്കുന്നുണ്ട് ആരാണ്, ഞാന് കൃത്യമായിട്ട് പണവും സ്വർണവുമായിട്ട് പോകുമ്പോൾ ആ സമയം കൃത്യമായിട്ട് നിനക്ക് പറഞ്ഞു തന്നത് ആരാണ്, എന്താണ് ഇതിന്റെ പിന്നില്, ആരാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു കൊട്ടേഷനാണ്, പക്ഷെ ഒരു ഫോൺ കോൾ വഴി വന്നതാണ്, പക്ഷെ എന്താ ഏതാ എവിടുന്നാന്നൊന്നും അറിയില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ അതൊന്നും സത്യമല്ല. അയാൾക്ക് സത്യം എന്താണെന്ന് അറിയാം, പക്ഷെ ഇവരോട് സത്യം തുറന്ന് പറയുന്നതായിട്ട് അപ്പൊ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളെ ഹേമ വീട്ടിൽ നിന്ന് ഇങ്ങനെ തലവേദന ഉണ്ട് എന്നൊക്കെ നമ്മളെ സാന്ദ്രയോട് പറയുന്നുണ്ട്. സാന്ദ്ര അമ്മയ്ക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ, എനിക്ക് രാവിലെ തന്നെ ഭയങ്കര തലവേദന, എനിക്ക് കാപ്പി മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ നിധിയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ ഉള്ളിൽ നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് കാപ്പി വേണമെന്നൊക്കെ പിന്നെ അമ്മ പറയുന്നുണ്ട് സാന്ദ്രയോട്. അങ്ങനെ കാപ്പി ഇട്ട് കൊടുക്കാൻ വേണ്ടി സാന്ദ്ര പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ വാതിലൊക്കെ തുറന്ന് വന്നിട്ട് രാവിലത്തെ പത്രം എടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പത്രം എടുക്കുന്നുണ്ട്, നിലത്തുനിന്ന് പത്രവും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാലും എടുക്കുന്നുണ്ട്. അങ്ങനെ കുനിഞ്ഞെടുക്കുമ്പോഴാണ് അവിടെ ചെയറിൽ വേറെ ആള് പത്രം വായിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആളെ ഫേസ് കാണുന്നില്ല, പത്രം കൊണ്ട് മറച്ചിട്ടുണ്ട്. കാലൊക്കെ കയറ്റി വെച്ചിട്ടാണ് ആള് പത്രം വായിക്കുന്നത്. അപ്പം നിങ്ങൾ ആരാണ് രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്, എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹേമ. അപ്പോഴാണ് നമ്മളെ സുധീഷ് പത്രം മാറ്റിയിട്ട് സുധീഷിന്റെ ഫേസ് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഹേമ ആകെ പേടിക്കാട്ടോ. സുധീഷ് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ചിന്തിച്ചിട്ട് അങ്ങനെ അരുണെ എന്ന് വിളിക്കുന്നുണ്ട്, രാജീവിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പേടിച്ച് ആ റൂമിൽ നിന്ന് പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൻ വന്നു ആര് വന്നു എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ പേടിച്ചിട്ട് നമ്മളെ ഹേമയ്ക്ക് സത്യം പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വേറെ ആരുമില്ല, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് സുധീഷിന്റെ എൻട്രി ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കാണുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഷോക്ക്. നമ്മളെ അരുണും അതുപോലെ തന്നെ രാജീവിനും ഭയങ്കര ഷോക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ നിധിയും റൂമിൽ നിന്ന് ഓടി വരുന്നുണ്ട്. അയ്യോ സുധീഷ്, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ സംഭവിച്ചെന്നൊക്കെ ഇങ്ങനെ സുധീഷിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ അരുണാണെങ്കിൽ കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാട്ടോ അപ്പോഴും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങളുടെ പണവും സ്വർണ്ണമൊക്കെ ആയിട്ട് മുങ്ങി വന്നിരിക്കില്ല, നീ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ രാജീവിന് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. എന്തൊക്കെയോ സംഭവിച്ചു ഇതില്, അവർ വിചാരിച്ച പോലെ പ്ലാനിങ് ഒന്നും നടന്നില്ല, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ രാജീവിന്റെ മനസ്സിലുണ്ട്. പക്ഷെ മുന്നും പിന്നും ചിന്തിക്കാതെ കേട്ടോ അരുണ് നമ്മളെ സുധീഷിനോട് പെരുമാറുന്നത്. സുധീഷിന്റെ വരവ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സുധീഷ് എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടാണ് ആ നൃത്തം അവിടെ വന്ന് നിന്നിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഇത്ര ധൈര്യത്തോട് കൂടിയിട്ട് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനോ നിൽക്കാനോ സംസാരിക്കാനോ സുധീഷിന് പറ്റില്ല. അപ്പൊ അങ്ങനെ ചൂടാവുന്നുണ്ട്. നീ എടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണ് ചൂടാവുമ്പോൾ രാജീവൻ അത് തടയുന്നുണ്ട് കേട്ടോ. എന്താണ് അരുണ് നീ പറയുന്നത്, സുധീഷ് ആ പണവും സ്വർണവും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് സുധീഷിന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ, അപ്പൊ നീ എന്തിനാ അങ്ങനെ പറയുന്നത്, അതൊന്നും അല്ല കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി നിർബന്ധിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സുധീഷ്, നീയാണ് പണവും സ്വർണവും ഒക്കെ എടുത്തെന്ന് ഇവരിങ്ങനെ പറയുന്നുണ്ട്, അത് സത്യമാണോ, നിങ്ങൾ എവിടെയാ പോയത്, ഏതാ കാര്യം, എന്താ സത്യം തുറന്ന് പറയും, എന്താ ഒന്നും മിണ്ടാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷ് സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. വഴിയിൽ വെച്ച് ഒരാൾക്ക് ആക്സിഡന്റ് പോലെ കണ്ടു, അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തേണ്ടി വന്നു. ഞാൻ അയാളെ രക്ഷിക്കാൻ പോയപ്പോഴേക്കും വേറെ രണ്ടാൾക്കാർ വന്നിട്ട് പണവും സ്വർണവും ഉള്ള ബാഗ് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഞാൻ ഓടിച്ചു വന്ന കാറിലേക്ക് എന്നെ കയറ്റി ഇങ്ങനെ ഇടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അവിടെ എത്തി എന്നെ ഒരു ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് കെട്ടിയിട്ടു, അടിച്ചു എന്നൊക്കെ നമ്മളെ സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഷോക്കാവും കേട്ടോ. അപ്പോഴും നമ്മളെ അരുണ് ചൂടാവുന്നുണ്ട്. ഇതൊരു കള്ളക്കഥയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. രാജീവനാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് സുധീഷ് ക്ഷീണിച്ച് ഒരുപാട് അടി കൊണ്ട് വന്നതല്ലേ, സാന്ദ്ര നീ പോയി വെള്ളം എടുത്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. രാജീവിന് നല്ല ഭയമുണ്ട് കേട്ടോ, സുധീഷ് എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് വന്നതെന്നുള്ളത്. പക്ഷെ അരുണിന് അങ്ങനെ ഒരു ഭയം കാര്യങ്ങളൊന്നും ഇല്ല. അരുൺ അപ്പോഴും ദേഷ്യത്തിലാണ് പെരുമാറുന്നത്. അങ്ങനെ നമ്മൾ നിധിക്ക് ദേഷ്യം വരികയാണ്. വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ നിധി പറയുന്നുണ്ട്, ഇനി ഇത് പറയരുത്, സുധീഷാണ് പണം മോഷ്ടിച്ചതെന്നുള്ള കാര്യം ഇനി ഇവിടുന്ന് മിണ്ടാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ സുധീഷിന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ.
അന്നേരം നമ്മളെ രാജീവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഈ അരുൺ എല്ലാം കുളമാക്കും, അവൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, അവൻ ഒന്നും ചിന്തിക്കാതെയാണല്ലോ പറയുന്നതെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ സുഭാഷ് ഏട്ടനും അതുപോലെ തന്നെ ഹരീഷും നികേഷൊക്കെ എന്നെ അന്വേഷിച്ച് വന്നതും അതുപോലെ തന്നെ വരുന്ന വഴിയിൽ ആക്സിഡന്റ് സംഭവിച്ചതും ഇങ്ങനെ അടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇടയായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേറെ സ്ഥലത്തേക്ക് എന്നെ മാറ്റുകയായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്, ദൈവം മുന്നിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ രാജുവിന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്തായിരിക്കും ഇനി, സത്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നുള്ളത്. പക്ഷെ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. രാജീവിന് പറയുന്നുണ്ട് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്താ അവരിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം, എന്തായാലും അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ള ലെവലിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ സുധീഷ് പറയട്ടോ, ഓ അയാളെ നിങ്ങൾ തപ്പി കഷ്ടപ്പെടൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ലെവലിലാണ് സുധീഷ് പറയുന്നത് കേട്ടോ. ഇതും കൂടി കേൾക്കുമ്പോൾ രാജീവിന് ഭയങ്കര ടെൻഷനായി. അതിന്റെ ഇടയ്ക്ക് രാജീവിന് വിചാരിച്ചിരുന്നു കേട്ടോ, സുധീഷിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ള സത്യം സുധീഷിന് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇതും കൂടി കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാകും. അങ്ങനെ നമ്മൾ ആ ഹരീഷിനെ വിളിക്കുന്നുണ്ട്. ഹരീഷെ കൊണ്ടുവാടാന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് ഹരീഷ് ഈ ആളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ, നമ്മളെ സുധീഷിനെ പിടിച്ചു കൊണ്ടുപോയ ആളെ കൊണ്ടുവരുന്നുണ്ട്. ഇതും കൂടി കാണുമ്പോൾ നമ്മളെ രാജീവിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും എന്നുള്ള ലെവലായിട്ടോ. എന്തായാലും അങ്ങനെ ഒരു സീനിലാണ് നമ്മൾ ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. സത്യങ്ങളൊക്കെ എന്തായാലും ഇതുവരെ എത്തിയ സ്ഥിതിക്ക് സത്യങ്ങളൊക്കെ എല്ലാം സുധീഷ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ, നമ്മളെ നിധിയുടെ പ്രതികരണവും അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന സീനുകളൊക്കെ മേ ബി രസകരമായിരിക്കും. കാരണം സുധീഷിനോട് കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നാൻ ഈ ഒരു സംഭവം ഇടയായെന്ന് വരാം നിധിക്ക്. എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഗൈസ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.